രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യ അപേക്ഷയും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജിയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതാണ് രാഹുലിനെ ചവിട്ടിപ്പുറത്താക്കാൻ കോൺഗ്രസിലെ നേതാക്കൾക്ക് ധൈര്യം നൽകിയത്. രാഹുലിനെ കോടതി വിധി വരും വരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാതിരുന്ന നേതൃത്വത്തിന് വിധി വന്നതോടെ പുറത്താക്കേണ്ടി വന്നതും നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലും വളരെ ശ്രദ്ധേയമാണ്. മാങ്കൂട്ടത്തിന് എതിരായ തെളിവുകൾ കൃത്യമായി കോടതി മുൻപാകെ അവതരിപ്പിച്ചത് ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ടി ഗീനാകുമാരിയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിലായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നത്. പ്രതിഭാഗം ഹാജരാക്കിയ എല്ലാ തെളിവുകളെയും അപ്രസക്തമാക്കുന്ന തെളിവുകളും വാദമുഖങ്ങളുമാണ് പോലീസിനു വേണ്ടി ഗീനാകുമാരി നിരത്തിവെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യഹർജിയിൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിഭാഗം ആദ്യം വാദിച്ചു. ലൈംഗിക ബന്ധവും ഗർഭഛിദ്രവും നടന്നത് ഇരു കക്ഷികളുടെയും സമ്മതത്തോടെയാണെന്ന് പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്തു. എന്നാൽ യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഗീനാകുമാരി ഈ ജാമ്യത്തെ എതിർക്കുകയായിരുന്നു. പ്രതിഭാഗത്തിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ് ഹാജരായത്. മറ്റൊരു യുവതി കൂടെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞപ്പോൾ അത് നാഥനില്ലാത്ത പരാതിയെക്കുറിച്ചാണ് എന്നാണ് പ്രതിഭാഗം വക്കീൽ പറഞ്ഞത്. എന്നാൽ KPCC അധ്യക്ഷൻ പോലീസിന് കൈമാറിയതാണ് ആ പരാതി. MLA-യും പൊതുപ്രവർത്തകനുമാണ് അദ്ദേഹം എന്ന ഗീനാകുമാരിയുടെ മറുപടിക്ക് മുന്നിൽ ആ ചോദ്യവും അവസാനിക്കുകയായിരുന്നു. വിവാദമായ ഈ കേസിൽ യുവതി എന്തുകൊണ്ട് പരാതി ഇത്രയും വൈകിച്ചു? ഉഭയകക്ഷി ബന്ധത്തോടെയാണ് ലൈംഗിക ബന്ധവും ഗർഭഛിദ്രവും നടന്നത്. അതിനാൽ ബലാത്സംഗമെന്ന് പറയാനാവില്ല എന്നായിരുന്നു അവരുടെ അടുത്ത വാദം. അടുപ്പം നടിച്ചും കൂടെ ഉണ്ടാകുമെന്നും വ്യാജ വാഗ്ദാനം നൽകിയും യുവതിയെ ബലാത്സംഗം ചെയ്തു. ഗർഭഛിദ്രം നടത്തിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ സമ്മർദ്ദത്തിലാക്കി. ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചതിന് തെളിവുകളുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 28-ാം വകുപ്പനുസരിച്ച് ഭീതി മൂലമുള്ള സമ്മതം സ്വമേധയാ ആണെന്ന് പറയാനാവില്ല എന്ന പ്രോസിക്യൂട്ടറുടെ മറുപടിയോടെ പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സകല പ്രതീക്ഷകളും തല്ലിക്കെടുത്തുന്ന വിധി തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. കോൺഗ്രസിലെ തന്നെ കൂടുതൽ യുവതികൾ പരസ്യമായി കാര്യങ്ങൾ പറയുന്ന സാഹചര്യം മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പ്രമാദമായ ഒട്ടേറെ കേസുകൾ വാദിച്ച ആളുമാണ്. SFIയുടെ പഴയ നേതാവ്, കൂത്തുപറമ്പ് കേസിൽ അന്നത്തെ സർക്കാരിനെ വിറപ്പിച്ച സമരനായിക കൂടെയാണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി PhD നേടിയ വ്യക്തിയുമാണ് ഗീനാകുമാരി. 90കളുടെ തുടക്കത്തിൽ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. SFI സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച ആളാണ്. തുടർന്ന് കേരള ലോ അക്കാദമിയിൽ നിന്ന് LLB-യും കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ LLM-ഉം നേടി. 1993-ൽ യൂണിവേഴ്സിറ്റി യൂണിഫൈഡ് ആക്ടിനെതിരെയും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് കാര്യവട്ടത്തേക്ക് മാറ്റുന്നതിനെതിരെയും സമരം ചെയ്ത ആളുകളിൽ പ്രധാനിയായിരുന്നു ഗീനാകുമാരി. സമരത്തിൽ ഗീനയ്ക്ക് പരിക്ക് പറ്റുകയും വലതുകൈ ഒടിയുകയും ചെയ്തു. 1994-ൽ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്നുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഗീനയ്ക്കും പോലീസിൻ്റെ മർദ്ദനമേറ്റിരുന്നു. 2021-ൽ തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് എന്ന 32 വയസ്സുകാരനെ 11 പേർ ചേർന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഗീനാകുമാരിയായിരുന്നു ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ. 4 വർഷത്തോളം നീണ്ടുനിന്ന വാദത്തിനിടയിൽ 84ഓളം ദൃക്സാക്ഷികളെ വിചാരണ ചെയ്തിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ കേസിൽ പ്രതികളായ എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. 2020-ലെ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകവും വാദിഭാഗത്തിനു വേണ്ടി വാദിച്ചത് ഗീനാകുമാരിയാണ്. ഏറ്റവും ഒടുവിൽ നവംബർ 29-ന് വിധി വന്ന മനോരമ വധക്കേസിലും അഭിഭാഷകയായി എത്തിയത് ഗീനാകുമാരി തന്നെയാണ്. പശ്ചിമബംഗാൾ സ്വദേശി ആദം അലിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് തിരുവനന്തപുരം മഞ്ചിയൂർ അതിവേഗ കോടതി നൽകിയത്. ഈ കേസിലും രാഹുലിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തത് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി എടുത്തു പറഞ്ഞ ഭാരതീയ ന്യായ സംഹിതയിലെ 28-ാം വകുപ്പാണ്. അതോടെ എല്ലാ വാദങ്ങളും തീർന്നു. ജാമ്യാപേക്ഷയും തള്ളിക്കളഞ്ഞു.